ഇപ്പോൾ നമ്മൾ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കണ്ടു. അയ്യോ, സൂര്യൻ അടിച്ചു കയറുന്നത്. ഓക്കെ, ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ ആ പ്ലേസ് നോക്കി, എന്തോ ലേക്ക് എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി സെറ്റപ്പാണേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് 8 കിലോമീറ്റർ, ട്രാമിന് പോയി കഴിഞ്ഞ് 22 സ്റ്റോപ്പും കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ നടക്കണമെന്ന് കണ്ടേ, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ സ്ഥലം നല്ല കിടിലനാണ് ഞാൻ കണ്ടിട്ട്. മറ്റേ മഗ്നോളിയ ഒക്കെ നിറയെ പൂത്തും, അങ്ങനെ അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആസ്മി, എനിക്ക് അറിയത്തില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഒരു പിങ്ക് കളറുള്ള മുഴുത്തൊരു സൈസ് പൂവ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് പോയി നോക്കാൻ തുരമൂത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി. അപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. സമയം ഓൾറെഡി 3 മണിയായി. ഇവിടുന്ന് അറൗണ്ട് ഒരു 48-50 മിനിറ്റ് ഉണ്ട്. ഇത്ര ദൂരം ട്രാമിന് വരാമെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ചൊരുക്കും. അന്നേരം നമുക്ക് പോയി നോക്കാം, സംഭവം ഉണ്ടോയെന്ന് അറിയണമല്ലോ. 1/4 മണിക്കൂർ എടുത്ത് ഏതോ കാട്ടിക്കൂടെ കുലുങ്ങിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ശരിക്കും ചൊരുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് അങ്ങ് ഇരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ സ്റ്റോപ്പിലെത്തി. ഇതാണ് സ്റ്റോപ്പ്. ഇറങ്ങി നിറയെ പച്ചപ്പും ഹരിതാപയും. കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ ആസ്വദിച്ചു. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഞാൻ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോയി എതിലെയൊക്കെയോ ഒരു ഫ്ലൈ ഓവറിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് നടന്നിറങ്ങിയാണ് ഇവിടെ എത്തിയത്. ഇനി നമ്മൾ ഈ കാണുന്ന റോഡിൻ്റെ അടിയിൽ കൂടെ പോകണമെന്നാണ് എൻ്റെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഞാൻ ട്രാമിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. ഇത് ഏതിങ്ങോട്ടാണ് അതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഗൂഗിൾ മാപ്പ് നോക്കും അങ്ങോട്ട് മാറി ഈശ്വര, ഏതൊക്കെയോ ഇങ്ങനെ മറ്റേ താഴേക്കൂടെ ഇതിലൊക്കെ പോണുണ്ട്. ഇതിൻ്റെ അറ്റ എവിടെയാണെന്നോ മൂലം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എങ്ങോട്ട് പോകും. അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ നടന്നു കണ്ടപ്പം അതാ ഞാൻ കണ്ടു ഒരു പറ്റം മനുഷ്യർ. കുറേ പേരെൻ്റെ പുറകെ തന്നെ ഉണ്ടായി, കുറേ പേരെൻ്റെ മുന്നിൽ പോയി. അങ്ങ് ദൂരെ കാണുന്ന മറ്റേ മുട്ട പോലെ ഇരിക്കുന്ന സാധനം കണ്ടു. അതാണ് അറ്റോമിയം. ബ്രസൽസിൻ്റെ ഏറ്റവും മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് അറ്റോമിയം. ചോട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. ആ പോയ ഒരു കൂട്ടം മനുഷ്യർ ഒരേപോലെ ഏതൊരു വഴിക്ക് പോയി. ഞാൻ ഒറ്റയ്ക്ക് വേറെ ഏതൊരു വഴിക്ക് വന്നു. കാട്ടിക്കോടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. എനിക്കറിയത്തൊന്നുമില്ല. നമുക്കെന്തായാലും പോയി നോക്കും. വൈറ്റമിൻ ഡി കൊള്ളണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സൂര്യപ്രകാശം കൊള്ളണം, വൈറ്റമിൻ ഡി കിട്ടാനെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ എന്നോട് തന്നെ. അങ്ങനെ ഒരു പറ്റം ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് വിട്ട് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോവാണ്. ഇതെല്ലാം ഗൂഗിൾ മാപ്പിൽ നോക്കിയാണ് പോകുന്നത്. അങ്ങനെ കുറേ നേരം നടന്നു ചെന്ന് കഴിയുമ്പം എൻ്റെ ഗൂഗിൾ ഫോട്ടോസിൽ കണ്ട സാധനം ഞാൻ കണ്ടു. എന്നാലും എൻ്റെ ഫോട്ടോസിൽ കൂടി ഉണ്ടായിരുന്ന മഗ്നോളിയ മാത്രം ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ഓർത്ത് പൂത്തിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന്. ഇവിടെ വന്നു, അയ്യോ അവിടെ ദൂരം മഗ്നോളിയ ഇങ്ങനെ പൂത്ത് നിൽക്കുക. എന്ത് ഭംഗിയാണ് കാണാൻ. അയ്യോ, അങ്ങനെ വട്ടം ചുറ്റി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കണ്ണിന് കുളിർമയേകുന്ന ഈ സംഭവം ഞാൻ കണ്ടത്. ഇതിങ്ങനെ നിറയെ പൂത്ത് നിൽക്കുക, 2 സൈഡിൽ നിറയെ. അതെന്താ പറയേണ്ടതെന്ന് പോലും മനസ്സിലാവില്ല. മറ്റേ ഈ മഞ്ചാടിക്കുരിയൊക്കെ വാരി വെതറിയെന്ന് പറയത്തില്ല, അമ്മാതിരി നിറയെ പൂത്ത് നിൽക്കുന്നു. ശരിക്കും അതിൻ്റെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇത്രയും നേരം ഇതിൻ്റെ പിന്നാമ്പുറം വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു റൗണ്ട് ചുറ്റിയാണ് എൻ്റെ മുന്നാടി എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു വ്യൂവിലായിരുന്നു ഫോട്ടോ ഉണ്ടായിരുന്നത്. ആ മഗ്നോളിയയും ആ ഒരു ബിൽഡിങ്ങും കവർ ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത സൈഡിലാണ് ഈ നിറയെ ഡാഫഡിൽസ് പൂത്ത് നിൽക്കുന്നത്. അതിൻ്റെ സൈഡിലും ഈ മഗ്നോളിയ ഉണ്ട്. എനിക്ക് അവിടെ കുറച്ച് നേരം പോയി വെയിലൊക്കെ കൊണ്ട് അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വേഗം തിരിച്ചു പോന്നു. ഭയങ്കര തിരക്കായിരുന്നു, സൺഡേ ആയിരുന്നുകൊണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഈ മഗ്നോളിയയുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാരും എടുത്ത് തരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കുറച്ചങ്ങ് വീഡിയോ ആക്കി ചുരുക്കി ഇങ്ങെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് വൈറ്റമിൻ ഡി ക്യാപ്ചർ ചെയ്യാം. കയറിയാൽ മതിയായിരുന്നു. അല്ലെ രാവിലത്തെ വെയിൽ കൊണ്ടല്ല വൈറ്റമിൻ ഡി കയറുന്നത്. ഉച്ചസ്ഥായിൽ വൈകിട്ട് വന്ന് വെയിലുള്ളത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇച്ചിരി വെയിലുള്ളിടത്തൊരു ബെഞ്ച് കണ്ടപ്പോൾ ഒരു വൃത്തിയായിട്ട് തുരക്ക് കയറിയിരിക്കുന്നത് നല്ല രസമുണ്ട്. വന്ന വഴി മറക്കരുത് എന്നെല്ലാവരും എൻ്റെ അടുത്ത് പറയുമെങ്കിലും ഞാൻ ആ വന്ന വഴി മറന്നുപോയി. ഇനി ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഞാൻ അടുത്ത വഴി കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇറങ്ങിയപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു ചൈനീസ് അമ്പലത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കണ്ടത്. ഞങ്ങളുടെ വീടിൻ്റെ മണ്ടഭാഗം ഏകദേശം ആ ഒരു സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഇത് ചൈനീസ് അമ്പലം എന്ന് എനിക്ക് എടുത്ത് മനസ്സിലായത്. അങ്ങനെ ഇത് ദൂരെ കണ്ട ഐറ്റത്തിൻ്റെ അടുത്തെത്താനുള്ള വ്യഗ്രതയിൽ കുറച്ച് നേരം അങ്ങ് നടന്ന് ഞാൻ റോഡ് അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെയാണല്ലോ വണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന വണ്ടിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നുകൊണ്ടിരുന്നു. ആളുകളൊക്കെ എന്നെ കുറേ നേരം ഓണടിച്ചൊക്കെ വിളിച്ചു. ഞാൻ മൈൻഡാക്കിയില്ല, എന്തിനാ വെറുതെ.
ഇങ്ങനെ അതിൽ നടന്നപ്പോൾ ഈ നിറയെ ഈ ഒരു ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഒരു മൊണാസ്ട്രി സെറ്റപ്പിൽ കാണുന്നത്. പക്ഷേ സംഭവം അടിപൊളിയാണ്. അവിടെ നിറയെ വൈറ്റ് ചെറി ബ്ലോസം ഒക്കെ പൂത്തിട്ടുണ്ടായി. ഇനി എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, ബട്ട് എൻ്റെ ബാറ്ററി ഡെഡായെന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലായത്. പിന്നെ ഞാനവിടെ നിന്ന് എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് വീട്ടിലെത്തി. പക്ഷേ എനിക്ക് ഇത്ര വീഡിയോസേ കിട്ടിയുള്ളൂ. ബട്ട് നല്ല രസമുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളിങ്ങനെ എന്തൊരു വീഡിയോ കണ്ട സാധനം നേരിട്ട് കണ്ടപ്പോൾ ഒരു രസമുണ്ടായി. അപ്പം പിന്നെ നമുക്ക് ഇതേപോലെ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.